ഹലോ മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് കൃത്യമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ചാപ്റ്ററാണ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്. സോ ഈ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി വീഡിയോ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്കറിയാം ഓതർ എന്ന് പറയുന്നത് A.J. Cronin ആണ്, എ സ്കോട്ടിഷ് ഓതർ ആൻഡ് ഡോക്ടർ നോൺ ഫോർ ഹിസ് ഇൻസ്പിറേഷണൽ സ്റ്റോറീസ്. അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹം ഒരുപാട് ഇൻസ്പിറേഷണൽ സ്റ്റോറീസ് എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പം ഈ ഒരു ചാപ്റ്ററിന്റെ തീം എന്താണ്? ദ സ്റ്റോറി എംഫസൈസസ് ദ പവർ ഓഫ് കമ്പാഷൻ, കൈൻഡ്നെസ് ആൻഡ് ദ പോസിറ്റീവ് ഇമ്പാക്ട് ഓഫ് ഹെൽപ്പിംഗ് അതേഴ്സ്. ഈ ഒരു സ്റ്റോറി നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയൊക്കെയാണ്, അതായത് മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ, മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതിലൂടെ എങ്ങനെയൊക്കെയാണ് മറ്റുള്ളവരുടെ ജീവിതം മാറി മറിയുന്നത്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും എത്രത്തോളം ഇതിനൊക്കെ പ്രാധാന്യമുണ്ട് എന്നൊക്കെ തെളിയിക്കുന്ന ഒരു പാഠഭാഗമാണ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്. നമുക്കതിൻ്റെ സമ്മറിയിലേക്ക് കടക്കാം. എ ചാൻസ് എൻകൗണ്ടർ ഓൺ എ ഷിപ്പ്. ദ നറേറ്റർ ഡോക്ടർ A.J. Cronin ഈസ് ട്രാവലിംഗ് ഓൺ എ ഷിപ്പ്. അതായത് നമ്മുടെ ഈ ഒരു സ്റ്റോറിയിലെ നെറേറ്ററാണ്, നമുക്ക് കഥ പറഞ്ഞു തരുന്ന വ്യക്തി ആരാണ്, നമ്മളോട് സംസാരിക്കുന്ന ആരാണ്? ഡോക്ടർ A.J. Cronin ആണ് ആ ഒരു പാഠഭാഗത്തിൽ, അല്ലേ? അപ്പം നെറേറ്റർ A.J. Cronin ആണ്. അപ്പോൾ അദ്ദേഹം ഒരു ഷിപ്പിൽ യാത്ര ചെയ്യുകയാണ്. ഹി നോട്ടീസസ് എ ക്വൈറ്റ് മിഡിൽ ഏജ്ഡ് കപ്പിൾ ഓൺ ബോർഡ് ഹൂ സീം റിസർവ്ഡ് യെറ്റ് പൊളൈറ്റ്. അപ്പം നമ്മുടെ ഡോക്ടർ A.J. Cronin ഒരു രണ്ട് ആൾക്കാരെ ശ്രദ്ധിക്കുകയാണ്. അവരെന്താണ്, വളരെയധികം ശാന്തരായിട്ട് ഇദ്ദേഹത്തെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ ആ ഒരു ഷിപ്പിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. വൺ ഡേ ദ മാൻ മിസ്റ്റർ ജോൺ അപ്രോച്ചസ് ദ നറേറ്റർ ആൻഡ് ഇൻട്രൊഡ്യൂസസ് ഹിംസെൽഫ്. അപ്പം ആരായിരുന്നു ആ രണ്ട് വ്യക്തികൾ? ഒന്ന് മിസ്റ്റർ ജോണും അദ്ദേഹത്തിൻ്റെ ഭാര്യയും. വൺ ഡേ ദ മാൻ, ഒരു ദിവസം ഈ മിസ്റ്റർ ജോൺ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ഡോക്ടർ A.J. Croninൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് സ്വയം പരിചയപ്പെടുത്തുകയാണ്. ഡോക്ടർ ക്രോണിൻസ് മെമ്മറി ഓഫ് ദ പാസ്റ്റ്. മിസ്റ്റർ ജോൺ റിമൈൻഡ്സ് ഡോക്ടർ ക്രോണിൻ ഓഫ് ആൻ ഇൻസിഡൻറ്റ് ഫ്രം മെനി ഇയേഴ്സ് എഗോ. അങ്ങനെ ഈ ജോൺ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ക്രോണിനെ എന്തോ പണ്ടെപ്പോഴോ നടന്നിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ട് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഹി നറേറ്റ്സ് ഹൗ ഡോക്ടർ ക്രോണിൻ ഹാഡ് വൺസ് സേവ്ഡ് ഹിസ് ലൈഫ് ഡ്യൂറിങ് എ ഡാർക്ക് പീരീഡ്. അങ്ങനെ ഈ ജോൺ എന്ന് പറയുന്ന വ്യക്തി ഡോക്ടർ ക്രോണിന് പണ്ട് അദ്ദേഹത്തെ സഹായിച്ചിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ഇരുണ്ട് മൂടിയ ജീവിതത്തിൽ വെളിച്ചം പകർന്നത് ഡോക്ടർ ക്രോണിനാണെന്ന് പറഞ്ഞുകൊണ്ട് ആ മുമ്പ് നടന്നിട്ടുള്ള കാര്യം ഡോക്ടർ ക്രോണിന് വിവരിച്ചു കൊടുക്കുകയാണ്. മിസ്റ്റർ ജോൺസ് ട്രബിൾഡ് യൂത്ത്. ഇയേഴ്സ് എഗോ, വളരെയധികം വർഷങ്ങൾക്ക് മുമ്പ്, മിസ്റ്റർ ജോൺ ഹാഡ് ബീൻ എ ട്രബിൾഡ് യങ് മാൻ ഹു ഹാഡ് ലോസ്റ്റ് ഹിസ് പാരൻസ്. അദ്ദേഹം രക്ഷിതാക്കളെയൊക്കെ നഷ്ടപ്പെട്ടു ആകെ ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഹി ഫെൽ ഇൻ ടു ബാഡ് കമ്പനി ആൻഡ് ഈവൻച്വലി ഗാംബിൾഡ് എവേ ഹിസ് ഇൻഹെറിറ്റൻസ്. അങ്ങനെ മോശം കൂട്ടുകെട്ടിൽ കൂടി ഒരുപാടധികം പൈസയൊക്കെ അനാവശ്യ കാര്യങ്ങൾക്ക് ചെലവഴിച്ച് തൂർത്തടിച്ച് ജീവിതം എങ്ങോട്ടേക്കെന്നില്ലാത്ത ഒരു അവസ്ഥയിൽ അദ്ദേഹം നിൽക്കുന്ന സമയമായിരുന്നു. ഇൻ ഡെസ്പെയർ ഹി അറ്റംപ്റ്റഡ് സൂയിസൈഡ് ബൈ ഇൻഹേലിംഗ് ഗ്യാസ് ഇൻ എ സ്മോൾ റെന്റഡ് റൂം. അങ്ങനെ അദ്ദേഹം ഒരു വിഡ്ഢിത്തരം കാണിക്കുകയാണ്, സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുകയാണ്. അത് മണ്ടത്തരമാണെന്ന് പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. ഡോക്ടർ ക്രോണിൻസ് ഇന്റർവെൻഷൻ. അറ്റ് ദാറ്റ് ടൈം ഇങ്ങനെ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി നിൽക്കുകയാണ് ജോൺ. അറ്റ് ദാറ്റ് ടൈം ഡോക്ടർ ക്രോണിൻ വാസ് കോൾഡ് ടു ട്രീറ്റ് മിസ്റ്റർ ജോൺ ആഫ്റ്റർ ഹിസ് സൂയിസൈഡ് അറ്റംപ്റ്റ്. അങ്ങനെ ഈ ജോണിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡോക്ടർ ക്രോണിനെയാണ് ഒരു ആള് ബന്ധപ്പെട്ടത്. ഓക്കെ, അപ്പം ഡോക്ടർ ക്രോണിൻ ആരാണ്? ഡോക്ടറാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ലാൻഡ് ലേഡി. അങ്ങനെ ലാൻഡ് ലേഡി ഉണ്ട്, അതായത് ഈ ജോൺ താമസിക്കുന്ന ആ ഒരു വീടിൻ്റെ ഉടമസ്ഥയാണ് ലാൻഡ് ലേഡി. ആൻഡ് എ പോലീസ് ഓഫീസർ ഡോക്ടർ ക്രോണിൻ റിവൈവ്ഡ് ഹിം. അങ്ങനെ ഇവർ 3 പേര് ചേർന്നിട്ടാണ് ഈ ജോൺ എന്ന് പറയുന്ന വ്യക്തിയെ രക്ഷപ്പെടുത്തിയത്. ആരൊക്കെ? ലാൻഡ് ലേഡി, പോലീസ് ഓഫീസർ, ക്രോണിൻ. ഇവർ 3 പേരായിരുന്നു ജോണിനെ തിരിച്ച് രണ്ടാമതൊരു ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയത്. ഇൻസ്റ്റെഡ് ഓഫ് റിപ്പോർട്ടിംഗ് മിസ്റ്റർ ജോൺ ടു ദ അതോറിറ്റീസ്, കാരണം സൂയിസൈഡ് അറ്റംപ്റ്റ് ആണ് നടത്തിയിരിക്കുന്നത്. കൂടാണ്ട് ആ ഒരു കഥയിൽ നമുക്കറിയാം മിസ്റ്റർ ജോണ് ചെറിയൊരു പൈസ ഈ ഈ ഒരു ധൂർത്തടിക്ക് വേണ്ടിയിട്ട് മിസ്റ്റർ ജോണ് ഒരു സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കുന്നുണ്ട്. അപ്പം ആ മോഷ്ടിച്ച ഒരു കുറ്റകരമാണ്, അതേപോലെ തന്നെ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയത് മറ്റൊരു കുറ്റകരമാണ്. അപ്പം ഇതൊക്കെ ഒരു പോലീസ് ഓഫീസർ കൂടി ഉണ്ട്. അപ്പം ഇതൊക്കെ കുറ്റകൃത്യങ്ങളാണ്. പക്ഷേ രണ്ടാമത് മിസ്റ്റർ ജോണിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, മറ്റൊരു പുതിയ ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും പോലീസ് ഓഫീസർ റിപ്പോർട്ട് ചെയ്തില്ല. ഡോക്ടർ ക്രോണിൻ ആൻഡ് അതേഴ്സ് ഡിസൈഡഡ് ടു ഗിവ് ഹിം എ സെക്കൻഡ് ചാൻസ്.
അങ്ങനെ ഡോക്ടർ ക്രോണിനും എല്ലാവരും ഈ വ്യക്തിക്ക് പുതിയൊരു ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ദ ടേണിംഗ് പോയിന്റ്. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ഒരു മിസ്റ്റർ ജോൺ എവിടെയാണ് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയത്? ഒരു സ്മോൾ റെന്റഡ് റൂമിൽ, ഒരു വാടക വീട്ടിലാണ്. ആ വാടക വീട്ടിന്റെ ഉടമസ്ഥയാണ് ആരെന്ന് പറയുന്നത്? ലാൻഡ് ലേഡി എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റാണ്. ദെൻ instead of reporting Mr. John to the authorities, Dr. Cronin and others decided to give him a second chance. The turning point, അല്ലെ? The turning point. Dr. Cronin lent Mr. John a small sum of money to help him start anew. അതായത് ഡോക്ടർ ക്രോണിൻ ആണ് എന്ത് ചെയ്തത്? മിസ്റ്റർ ജോൺ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പൈസ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പൈസ തിരിച്ചടക്കണ്ടേ? അതടക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പൈസ കൊടുത്തത് AJ ക്രോണിനാണ്. Encouraged by their kindness, Mr. John transformed his life, studying social work and dedicating himself to helping troubled youth. അപ്പം ഇങ്ങനെയൊക്കെ ജീവിതം ആകെ ഇതായിപ്പോയ മിസ്റ്റർ ജോണിനെ രക്ഷിച്ചത് ആരൊക്കെയാണ്? ലാൻഡ് ലേഡി, പോലീസ് ഓഫീസർ, അതേപോലെ തന്നെ ഈ ഒരു ഡോക്ടർ AJ ക്രോണിൻ. അപ്പൊ ഇവരുടെ ഒരു കൈൻഡ്നെസ് ആണ്, ഒരു കരുണയാണ്, ഒരു സഹായമാണ് മിസ്റ്റർ ജോണിനെ അല്ലെങ്കിൽ ജോണിനെ പുതിയൊരു ജീവിതത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചത്. അങ്ങനെ ജോണ് തൻ്റെ രണ്ടാം ജീവിതത്തിൽ അദ്ദേഹം മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ഇതേപോലെ തെറ്റുകളിലേക്ക് പോകുന്ന കുട്ടികളെ അല്ലെങ്കിൽ യുവത്വത്തെ അദ്ദേഹം സഹായിക്കാൻ വേണ്ടിയിട്ട്, അവരെ നേർവഴിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യത്തിലേക്ക് മിസ്റ്റർ ജോൺ കടക്കുകയാണ്. മിസ്റ്റർ ജോൺസ് ഗ്രാറ്റിറ്റ്യൂഡ്. മിസ്റ്റർ ജോൺ എക്സ്പ്ലെയിൻസ് ഹൗ ദ സ്മോൾ ആക്ട് ഓഫ് കൈൻഡ്നസ് ചേഞ്ച്ഡ് ഹിസ് ലൈഫ്. അങ്ങനെ ജോൺ പറയാണ് എങ്ങനെയാണ് ആ ഒരു കൈൻഡ്നെസ് എത്രത്തോളം ജോണിൻ്റെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ജോൺ ഈ ഒരു പാഠഭാഗത്തിലൂടെയൊക്കെ സംസാരിക്കുന്നുണ്ട്. ഹി ഈസ് നൗ റണ്ണിങ് എ സക്സസ്ഫുൾ ഓർഗനൈസേഷൻ ദാറ്റ് റെസ്ക്യൂസ് ആൻഡ് റീഹാബിലിറ്റേറ്റ്സ് യങ് പീപ്പിൾ. അതായത് ജോൺ ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇങ്ങനെ തെറ്റിലേക്ക് പോകുന്ന യുവത്വത്തെ സഹായിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. ദെൻ ഹി കോൾസ് ദ മണി ഗിവൺ ബൈ ഡോക്ടർ AJ ക്രോണിൻ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഹിസ് ലൈഫ്. അങ്ങനെ AJ ക്രോണിൻ പറയാണ്, AJ ക്രോണിൻ ജീവിതത്തിൽ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ജോണിന് നൽകിയിട്ടുള്ള ആ ഒരു പണമായിരുന്നു. കാരണം എത്രത്തോളം നിങ്ങൾ സമ്പാദിച്ചാലും എത്രത്തോളം നമുക്ക് ഇതുണ്ടായാലും ആ ഒരു പണത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത് അതിനേക്കാളിലൊക്കെ വലുതാണ്. ഡോക്ടർ ക്രോണിൻസ് റിയലൈസേഷൻ. ഡോക്ടർ ക്രോണിൻ റിഫ്ലക്ട്സ് ഓൺ ഹൗ എ സിമ്പിൾ ആക്ട് ഓഫ് കമ്പാഷൻ ക്യാൻ ഹാവ് ഫാർ റീച്ചിങ് എഫക്ട്സ്. ഡോക്ടർ ക്രോണിൻ തിരിച്ചറിയുകയാണ് എങ്ങനെയാണ് നമ്മൾ പോലും ചിന്തിക്കുന്നില്ല, അല്ലേ? ഡോക്ടർ ക്രോണിൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ ആ ഒരു സമയത്ത് പൈസ കൊടുക്കുമ്പോൾ ഇത് ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞ് ജോണ് തന്നെ വന്ന് ഇങ്ങനെ കാണും, സംസാരിക്കും എന്നൊന്നും കരുതിയിട്ടുണ്ടായില്ല. അപ്പോൾ ഒട്ടും തന്നെ നമ്മൾ അതിൻ്റെ ഒരു റിവാർഡ് പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളും മറ്റുള്ളവരുടെ ജീവിതത്തിൽ എത്രത്തോളം വലിയ പ്രാധാന്യമുണ്ട്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നു എന്ന് അദ്ദേഹത്തിന് ആ ഒരു ദിവസം മനസ്സിലായി. He feels proud that his small investment made such a big difference in someone's life. അദ്ദേഹത്തിന് അഭിമാനം തോന്നി. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് മറ്റേ ഒരു ജോൺ എന്ന് പറയുന്ന വ്യക്തിയെ അദ്ദേഹത്തിന് അറിയ പോലുമില്ല ആരാണ് ജോൺ എന്ന്, അല്ലെ? അങ്ങനെ ആരാണെന്ന് പോലും അറിയാത്തൊരു വ്യക്തിയാണ് അന്ന് അദ്ദേഹം സഹായിച്ചത്. ആ ഒരു സഹായം ഇന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട്, ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല കാര്യമായിട്ട് അദ്ദേഹത്തിന് ഇന്ന് തോന്നുകയാണ്. കീ തീംസ്: compassion and kindness. Small acts of kindness can transform lives. Helping others in their time of need is a noble act. നമുക്കറിയാം, അല്ലെ? നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് എന്നും നല്ലൊരു കാര്യമാണ്. ഹെൽപ്പിംഗ് അതേഴ്സ് ഇൻ ദെയർ ടൈം ഓഫ് നീഡ് ഈസ് എ നോബിൾ ആക്ട്. അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവരെ കൈപിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത് വളരെ വലുതാണ്. സെക്കൻഡ് ചാൻസസ്. എവരി വൺ ഡിസേർവ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു കറക്റ്റ് ദെയർ മിസ്റ്റേക്സ്. തെറ്റുകൾ ചെയ്യാത്തവരായിട്ട് ആരുമില്ല എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ്. അത് ശരിയുമാണ്. ആ തെറ്റ് ചെയ്തതിൽ നിന്ന് അവർക്ക് ഒരു സെക്കൻഡ് ചാൻസ് നൽകുന്നതിലാണ് അതിനേക്കാളും വലിയൊരു കാര്യം. എല്ലാവരും തെറ്റായിട്ടുണ്ടാവും, പക്ഷെ ആ തെറ്റ് ചെയ്തു എന്ന് കരുതിയിട്ട് എന്നേക്കുമായിട്ട് അവരെ വിമർശിക്കുന്നതിന് പകരം അവർക്ക് രണ്ടാമതൊരു ചാൻസ് നമുക്ക് നൽകാം എന്നുള്ളത് ഈ ഒരു പാഠഭാഗത്തിലൂടെ ഇദ്ദേഹം
പറയുകയാണ്. മിസ്റ്റർ ജോൺസ് സ്റ്റോറി ഹൈലൈറ്റ്സ് ഹൗ സപ്പോർട്ട് ആൻഡ് എൻകറേജ്മെൻറ്റ് ക്യാൻ ലീഡ് ടു റിഡംഷൻ. ചിലപ്പോൾ ഒരാളൊരു തെറ്റിലേക്ക് പോകുന്നത് പല കാരണങ്ങളും കൊണ്ടായിരിക്കാം. അതിൽ നിന്നൊക്കെ അവരെ പറഞ്ഞു മനസ്സിലാക്കി അവരെ നേർവഴിയിലേക്ക് നയിക്കുന്നവരാണ് ഏറ്റവും മനുഷ്യത്വം അല്ലെങ്കിൽ ഏറ്റവും നല്ല മനുഷ്യരെന്ന് ഇദ്ദേഹം ഇവിടെ പറയുകയാണ്. ദ റിപ്പിൾ എഫക്റ്റ്. A good deed doesn't just help one person, it can positively impact many others. മിസ്റ്റർ ജോൺസ് ട്രാൻസ്ഫോർമേഷൻ ഹെൽപ്ഡ് കൗണ്ട്ലെസ് ട്രബിൾഡ് യൂത്ത്. അല്ലെ, നമ്മുടെ ക്രോണിൻ ഇവിടെ സഹായിച്ചത് ഒരു വ്യക്തിയാണ്, പക്ഷേ അതിലൂടെ ഇന്ന് ഏറ്റവും എത്രയെത്ര കുട്ടികളെയാണ് മിസ്റ്റർ ജോൺ സഹായിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കുക. അല്ലെ, ആ ക്രോണിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു നിമിഷത്തെ തോന്നൽ മറ്റ് എത്രയോ കുട്ടികളെയാണ് ഇന്ന് സംരക്ഷിക്കാൻ വേണ്ടി പോകുന്നത്. അടുത്തത് സെൽഫ്ലെസ്നെസ്. ട്രൂ സാറ്റിസ്ഫാക്ഷൻ കംസ് ഫ്രം ഹെൽപ്പിംഗ് അതേഴ്സ് വിത്തൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് ഇൻ റിട്ടേൺ. ഏറ്റവും നല്ല സമാധാനമായിട്ട് നമുക്ക് തോന്നുന്ന അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സഹായിക്കുക, പക്ഷെ ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ വേണം ആ സഹായം എന്ന് മാത്രം. ഡോക്ടർ ക്രോണിൻസ് സെൽഫ്ലെസ് ആക്ട് ടേൺഡ് ഔട്ട് ടു ബി ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. മോറൽ ഓഫ് ദ സ്റ്റോറി. എ സ്മോൾ ആക്ട് ഓഫ് കൈൻഡ്നെസ് ക്യാൻ ക്രിയേറ്റ് എ ലാസ്റ്റിംഗ് ഇമ്പാക്ട്. Helping others in their time of need is the greatest investment one can make. അല്ലേ, ഏറ്റവും എത്ര ചെറിയ കാര്യം വേണമെങ്കിലും ആയിക്കോട്ടെ, അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യം ഉണ്ടാകുന്നു എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. മറ്റുള്ളവരെ സഹായിക്കുക, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക. റെലവൻസ് ഫോർ സ്റ്റുഡൻസ്. ഇൻസ്പയർ സ്റ്റുഡൻസ് ടു ഷോ എംപത്തി ആൻഡ് സപ്പോർട്ട് ടു ദോസ് ഇൻ നീഡ്. അതായത് ഈ പാഠഭാഗം എന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ആ പാഠഭാഗത്തിൻ്റെ സമ്മറി തരിക, ആ പാഠഭാഗം നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് തരിക. ഇനി ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കുക. അപ്പം സെറ്റാണ്. ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെയുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. സോ സീ യു സൂൺ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, എല്ലാ ലിങ്കുകളും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഈ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ്. നമ്മുടെ ചാനലിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് എല്ലാ അതാത് വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റുകളായിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് എല്ലാ റിസോഴ്സസും തരുന്നുണ്ട്, അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. എല്ലാം ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് എന്ന് കരുതിയിട്ട് ഒന്നിനും വിലയില്ല എന്ന് കരുതി നിങ്ങൾ അങ്ങനെ ഉപേക്ഷിക്കരുത്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട്. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ നിങ്ങൾ അത് അനുസരിച്ച് എല്ലാം പ്രയോജനപ്പെടുത്തുക. പരമാവധി ഈ ഒരു ചാനലിനെ നിങ്ങൾ ഊറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ സീ യു സൂൺ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.